രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണമുന്നയിച്ച യുവനടിക്ക് കൂവൽ. സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് റിനി ആൻഡ് ജോർജിനെ UDF പ്രവർത്തകർ കൂവിയത്. ആദ്യം ദൃശ്യങ്ങൾ. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാൽ, ഇതാ ദൃശ്യങ്ങൾ കണ്ടു. ഇന്നത്തെ ദിവസം ഏറെ സന്തോഷമുള്ള തലസ്ഥാന നഗരി ആകെ UDFന്റെ 10 വർഷത്തിന് ശേഷം അധികാരം അവരുടെ കയ്യിലേക്ക് വരുന്ന അവരുടെ പ്രിയപ്പെട്ട ജനകീയ നേതാവ് VD സതീശൻ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുക്കുന്ന ദിവസമാണ്. അതിനിടയിലാണ് യാതൊരു ആവശ്യമില്ലാത്ത കല്ലുകടിയായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ കൂടി. ഒരു വാക്ക് പോലും മറുത്തു പറയാൻ ചിരിച്ചുകൊണ്ടാണ് റിനി ആ ഒരു സന്ദർഭത്തെ നേരിടുന്നത്. പക്ഷേ ഇതോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് കൂവലാണെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള ആളെ വലിയ ആർപ്പുവിളികളോടുകൂടി സ്വീകരിക്കുന്ന കാഴ്ചയും നമ്മൾ ഇന്ന് കണ്ടു. അതെ, തീർച്ചയായിട്ടും ഷിഹാസ്, UDFനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം കാത്തുകിരുന്ന് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. അവരുടെ ഏറ്റവും വലിയ ശക്തി പ്രകടനമായിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഔദ്യോഗികമായി തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥിയായാണ് റിനി ആൻഡ് ജോൺ എത്തിയത്. ആ വരുന്ന വഴിയിൽ അവർക്ക് ചുറ്റും കൂടി നിന്ന് കൂവി വിളിക്കുന്ന കുറേയേറെ പ്രവർത്തകരാണോ എന്ന കാര്യത്തിൽ നമുക്കത് വ്യക്തമായി സ്ഥിരീകരിച്ച് അങ്ങ് പറയാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും കൂടി നിന്ന് അവിടെ ഇവരെ ഇവർക്ക് നേരെ കൂവുന്ന, ഇവർക്ക് നേരെ മോശം രീതിയിൽ ഇവരെ സ്വീകരിക്കുന്ന ഒരുപാടധികം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ലൈംഗികാരോപണം ഉന്നയിച്ച യുവനടിയാണ് റിനി ആൻഡ് ജോൺ. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അതിന്റെ തുടക്കമെല്ലാം. അവിടെ നിന്ന് അവർ പരസ്യമായി ഇയാളുടെ പേര് പറഞ്ഞ് ഇയാൾക്കെതിരെ രംഗത്ത് വരാൻ തയ്യാറായി. അന്നു മുതൽ ഇന്ന് വരെ വലിയ സൈബർ അതിക്രമമാണ് ഈ റിനി ആൻഡ് ജോൺ നേരിടുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ ഇന്നത്തെ ഈ സംഭവം എന്ന് വ്യാഖ്യാനിക്കേണ്ടതായിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവത്തോട് റിനി ആൻഡ് ജോൺ വളരെ പക്വതയോടുകൂടിയാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ്. ഒരു വാക്ക് മറുത്തു പറയാതെ പുഞ്ചിരിച്ച മുഖമോടെ ഇതൊന്നും തന്നെ യേശുന്നില്ല എന്ന തരത്തിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ ഉള്ളിലേക്ക് കയറിപ്പോയതും പുറത്തേക്ക് തിരികെ എത്തിയതും. അതിനുശേഷം അവർ പ്രതിപക്ഷ നേതാവിന്റെ വസതിയായിരുന്ന കന്റോൺമെന്റ് ഹൗസിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ താൽക്കാലികമായി ഉള്ളത്. അവിടെ എത്തി VD സതീശനെ നേരിൽ കാണുകയും ഈ കാര്യമാണോ സംസാരിച്ചത് എന്നറിയില്ല. കാരണം VD സതീശനുമായി ഏറെ വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ റിനി ആൻഡ് ജോൺ. അവർ കഴിഞ്ഞ ദിവസം VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അതിന്റെ തീരുമാനം ഔദ്യോഗികമായപ്പോഴെല്ലാം തന്നെ VD സതീശനെ അടക്കം അഭിനന്ദിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടതുമാണ്. അത്തരത്തിൽ വ്യക്തിബന്ധം വർഷങ്ങളായി കുടുംബപരമായി തന്നെ പുലർത്തുന്ന വ്യക്തികളാണ് ഈ റിനി ആൻഡ് ജോൺ. മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ആ കേസ് ഇപ്പോഴും തുടർന്ന് പോവുകയാണ്. രാഹുൽ കുറ്റവിമുക്തനായിട്ടില്ല. രാഹുലിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതാണ്. രാഹുൽ ഇപ്പോൾ കോൺഗ്രസിന്റെ MLA-യുമല്ല. പക്ഷേ രാഹുലിന്റെ ഫാൻസ് ഒരുപാട് പേർ ഇത്തരത്തിൽ ഇപ്പോഴും പുറത്തുണ്ട്. അവർ കോൺഗ്രസ്സുകാരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. അവർ ഇത്തരത്തിൽ ഇപ്പോഴും ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളെ അവരുടെ ശത്രുപക്ഷത്ത് കാണുകയും ചെയ്യുന്നു. അതാണ് ഇതിന്റെ അപകടം. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനമായി. റിനി ആൻഡ് ജോണിന് കൂവലാണ് നേരിടേണ്ടി വന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ വേദി അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയപ്പോൾ വലിയ ആർപ്പുവിളികളും ആരവങ്ങളോടെയുമാണ് ഈ പ്രവർത്തകരെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ സ്വീകരിച്ചത്. വലിയ മുദ്രാവാക്യങ്ങളോടെ ആവേശത്തോടെ ആണ് രാഹുലിനെ അകത്തേക്ക് ആനയിച്ചതും തിരികെ കന്റോൺമെന്റ് ഗേറ്റിൽ നിന്ന് രാഹുലിനെ സ്വന്തം വാഹനത്തിൽ കയറ്റി അയച്ചതും. അത്തരത്തിൽ ഒരിടത്ത് ആർപ്പുവിളികളും ആവേശാരവും ഉയരുമ്പോൾ മറുവശത്ത് കൂവലും അസഭ്യവർഷവുമാണ് നേരിടുന്നത്. ആരോപണം നേരിട്ടയാൾ ഇത്തരത്തിൽ വലിയ വിശുദ്ധനായി അവരോധിക്കപ്പെടുന്നു. ഒരു വിഭാഗം പ്രവർത്തകർക്ക് മുൻപിലെങ്കിലും മറുവശത്ത് ആരോപണം ഉന്നയിച്ച താൻ നേരിട്ട ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞ ഒരു സ്ത്രീ, ആ ധൈര്യം കാണിക്കാൻ വലിയ തരത്തിലേക്ക് ഒരു ചുവടുവയ്പ് നടത്തിയ ഒരു സ്ത്രീ അവർ ഈ ഘട്ടത്തിൽ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് വ്യക്തമാണ്. ഇത്തരത്തിലുള്ള മാങ്കൂട്ടം ഫാൻസിനെ ഒന്നും അവിടെ റിനി മൈൻഡ് ചെയ്യുന്നില്ല. ഒരു പുച്ഛ പരിഹാസ ചിരിയോടുകൂടി ഈ കൂവലുകളെല്ലാം തള്ളിക്കളയുകയാണ് റിനി ആൻഡ് ജോർജ് ചെയ്തിരിക്കുന്നത്.